ഹായ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു വൈറൽ പീൽ ഓഫ് മാസ്കുമായിട്ടാണ്. അപ്പം എന്താ ഇത്രത്തോളം വൈറൽ എന്നല്ലേ, കാരണം ഇത് വന്നിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ ചാനലിൽ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെന്നായിരിക്കും. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എനിക്കിത് ചെയ്തിട്ട് എന്താണ് ഒരു മാറ്റം തോന്നിയത് എന്നുള്ളൊരു റിവ്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോസിൽ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ബട്ട് ഈവൻ ദോ ഐ വിൽ ബി ഗിവിങ് എ ജെന്യൂൻ റിവ്യൂ. കാരണം ഞാനിപ്പോൾ ഒരു സോപ്പ് വാഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്. അപ്പം മാറ്റം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് കുറച്ച് പെയിൻഫുൾ ആണെന്ന് എനിക്ക് തോന്നി കണ്ട സമയത്ത്. കാരണം എൻ്റെ മുഖത്തുള്ള രോമങ്ങളൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പം ഇത് വെച്ച് ചെയ്താൽ എത്രത്തോളം വേദന സഹിക്കേണ്ടി വരും അതൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കോഫി പൗഡർ ആണ്. കോഫി പൗഡർ എന്ന് ഉണ്ടാക്കുന്ന കോഫി പൗഡർ ഉണ്ടാവും, പക്ഷെ അതിന് അത്രത്തോളം പൊതുവേ ഹോം റെമഡീസ് ചെയ്യുന്ന സമയത്ത് വീട്ടിലുണ്ടാക്കുന്ന കോഫി പൗഡേഴ്സിന് ഞാൻ അത്രത്തോളം റിസൾട്ട് കണ്ടിട്ടില്ല. റിസൾട്ട് ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭയങ്കരമായിട്ട് കൂടുതൽ ഇൻസ്റ്റൻറ്റ്, ഇതിൻ്റെ പേര് പോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ചേഞ്ച് കാണാൻ പറ്റും. ഇതിന് പറഞ്ഞ് 2 രൂപയേ ഉള്ളൂ. അപ്പം ഒരു 2 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഇതെങ്ങനെയാ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വന്നിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്, എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് ചെറുതായിട്ടൊന്ന് ഹോൾ ചെയ്യുക. അതിന് വൈറ്റ് മാത്രം, എഗ്ഗ് വൈറ്റ് മാത്രം എടുക്കുക. യോക്ക് വീഴാതെ മാക്സിമം നോക്കുക. യോക്ക് വന്നാൽ ഓൾറെഡി എഗ്ഗ് വൈറ്റ് ആയിട്ട് തന്നെ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ യോക്കും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും. അത് കഴിഞ്ഞ് അത് മാറ്റി വയ്ക്കുക. ആ ബൗളും സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ കുറച്ച് ഒരു 2 നുള്ള് പഞ്ചസാര, അതിലേക്ക് 2 പാക്കറ്റാണ് ഞാൻ കോഫി പൗഡർ എടുത്തത്. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം കോഫി പൗഡർ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാണ്. ഞാൻ എപ്പോഴും എനിക്ക് നല്ല നല്ല റിസൾട്ട് തന്നിട്ട് റെമഡീസ് കോഫി പൗഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്കിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കത് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ 1-2 ഡ്രോപ്സ് ഞാൻ ലെമണാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ ഫ്രഷൻ ആക്കും ഫേസിനെ. അപ്പം ഞാൻ ലെമണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിന് ശേഷം ഞാനൊരു അബദ്ധം ചെയ്തു. കുറച്ചുകൂടെ വാട്ടറും കൂടെ, അല്ലെങ്കിൽ 1-2 ഡ്രോപ്പ് റോസ് വാട്ടറോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് ഡയല്യൂട്ട് ചെയ്ത് എടുക്കണമായിരുന്നു. അല്ലെങ്കിൽ എന്നിട്ട് ഈ കട്ടി കുടുങ്ങുന്നത് അതുകൊണ്ടാണ്. അതിനുശേഷം വന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ എഗ് വൈറ്റ് അതിലേക്ക് ഒഴിക്കുക. എഗ് വൈറ്റ് നമ്മൾ ഒരാൾക്കാണെങ്കിൽ ഫുൾ എഗ് വൈറ്റ് വേണ്ട കേട്ടോ, കുറച്ച് മതി, പകുതിയോളം മതി. ഇതൊരു 3 ആൾക്കോളം യൂസ് ചെയ്യാം. അപ്പം സംഭവം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആണ് ഇതിൻ്റെ പരിപാടി വന്നിട്ട്. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത ഈ ഏരിയയിലേക്ക് പോകണ്ട കേട്ടോ, അൺസൈക്കബിൾ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ടൊരു ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ബ്രഷ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കൈ കൊണ്ടാകുമ്പം ആ ഒരു എഗ്ഗിൻ്റെ മണം കയ്യിലും വരും. നല്ല വൃത്തിയായിട്ട മണമായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവെ എഗ്ഗിൻ്റെ മണം ഇഷ്ടമല്ല, പച്ചമണം എന്തോ ഒരു പോലെയാണ്, ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഞാൻ ചെയ്തു പോയില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ യൂസ് ചെയ്തതാണ്. ഹെയറിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് കോഫി പൗഡർ യൂസ് ചെയ്യും, തൈര് യൂസ് ചെയ്യും. അപ്പോൾ ആ മണം അങ്ങ് പോവും. മൂക്കുത്തിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളിപ്പറിച്ചെടുക്കുമ്പോൾ പോയാലോ എന്നുള്ള ടെൻഷനിൽ പിന്നെ ഈ ഒരു എമൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴുത്തിലും മാക്സിമം ഒരുപാട് ഹെയറുള്ള ഭാഗത്തേക്ക് മാക്സിമം ഒഴിവാക്കുകയാണ് കേട്ടോ നല്ലത്. കാരണം അത്രയും നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടാവുമായിരിക്കും ചെയ്യുന്നത് അത്. അപ്പോൾ അതുകൊണ്ട് അത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് വേദന സഹിക്കാൻ പറ്റാതെ വരുന്നുണ്ടാവും. അപ്പം മാക്സിമം അത് ഒഴിവാക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വന്നിട്ട് നമുക്ക് ഐബ്രോസിൻ്റെ അടുത്ത്, പുരുക്കത്തിൻ്റെ അടുത്തേക്കും ചെയ്യുന്ന സമയത്ത് പുരുക്കത്തിലാവാതെ നോക്കാനായിട്ട്. കാരണം ഇത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇൻ കേസ് ഹെയർസ് പോരുകയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ വെക്കുന്നത് ഞാൻ അബദ്ധമാണ് ചെയ്തത്. കട്ടി കുറച്ച് ഞാൻ കുറച്ച് കട്ടിയിലാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം എടുത്തു എനിക്ക് ഉണങ്ങി കിട്ടാൻ. എന്നിട്ടും എൻ്റെ കഴുത്തിൻ്റെ ഭാഗമൊന്നും ഉണങ്ങിയില്ല. പിന്നെ എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നിട്ട് കട്ടി കുറച്ച് ഒട്ടിക്കാനായിട്ട് നോക്കുക നമ്മൾ. 1-2 ലെയർ മാക്സിമം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൽ വീണ്ടും ആ ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു മിക്സ് നമ്മൾ ബ്രഷ് വെച്ച് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അയ്യോ, മൂക്കിലൊക്കെ കയറിപ്പോകുന്നു. തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ അങ്ങനെ കറക്റ്റ് എല്ലായിടത്തും പിന്നെയും അപ്ലൈ ചെയ്ത് പിന്നെ നമ്മൾ കുറേ സമയം എടുത്ത് ഉണങ്ങണം. അത് എല്ലായിടത്തും തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ എവിടേക്കാണോ അപ്ലൈ ചെയ്തത് അവിടെ എല്ലാം കറക്റ്റായിട്ട്. അപ്പം നമുക്ക് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള സ്ഥലത്താണെങ്കിൽ അവിടെ ചെയ്ത് പോകുന്നതായിരിക്കും നന്നായിട്ട് ഉണ്ടാവുക.
ഇപ്പോൾ കഴുത്തിലെന്ന് വെച്ചാൽ അത്ര അധികം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും അധികം ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് മൂക്കിലൊക്കെയാണ് നമുക്ക് പൊതുവേ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എഗ്ഗ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് ഫേസിന് തരും എന്താണെങ്കിലും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും പ്രോട്ടീൻ റിച്ച് ആണ് എഗ് വൈറ്റ് എന്ന് പറയണത്. നല്ല നമുക്ക് ഹെയറിനാണെങ്കിലും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. പക്ഷെ പച്ചയായിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആ ഒരു ഓർഡർ സംതിങ് റിയലി ഹൊറിബിൾ. അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾക്ക് കുഴപ്പമില്ല, നോ പ്രോബ്ലം. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പൊതുവേ ആർക്കും ആ ഒരു സ്മെല്ല് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ലല്ലേ. അപ്പം ഞാൻ കഴുത്തിലൊക്കെ നന്നായിട്ട് ഞാൻ കുറച്ച് നല്ല കട്ടിക്ക് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അബദ്ധം എന്ന് പറയാലോ. അപ്പം അതിൻ്റെ ഒരു മൊത്തത്തിൽ അങ്ങ് തേച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അത് അഴിക്കാൻ പോവാം. ഉണങ്ങിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴുത്തിൽ നിങ്ങൾക്ക് കാണാമല്ലോ, കഴുത്തിന് താടിയുടെ താഴ്ഭാഗത്തേക്ക് അത്ര ഉണങ്ങിയിട്ടില്ല. താഴെയൊന്നും കഴുത്തൊന്നും പൊളിക്കുന്ന സമയത്ത് വലിയൊരു വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു റിസ്ക് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കിത് പിടിച്ച് പറിക്കാനായിട്ട് നല്ല. പക്ഷേ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നെറ്റിയിലേക്കും അല്ലെങ്കിൽ ഫേസിലേക്കും ഒക്കെ വരുന്ന സമയത്തേക്ക് കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് പോവുണ്ടോ ചോദിച്ചാൽ അതിട്ടില്ല താനും. വേദന ഉണ്ടോ ചോദിച്ചാൽ നല്ല അടിപൊളി വേദനയുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് പോകുന്നുണ്ടായിരിക്കും. കാരണം എനിക്ക് അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇല്ല. നമ്മുടെ ഫേസും നെക്കും ഒക്കെ താഴേക്ക് പിടിച്ച് ഞങ്ങളിങ്ങനെ വലിച്ച് അല്ലെങ്കിൽ നമ്മൾ ക്രീം തേക്കുമ്പോൾ താഴേക്ക് ചെയ്താൽ സാഗി ആയി പോകും. അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക താഴേക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് നെറ്റിയിൽ വേദനയായപ്പോൾ ഞാൻ താഴേക്ക് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ പിന്നെയും വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെ നോക്കാം എന്നുള്ളത്. ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഇൻസ്റ്റൻ്റ് എന്ന് ഇതിനെ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. ഒരു ഫെയർനെസ് തന്നിട്ടുണ്ട്. 1.5-2 മണിക്കൂർ എടുത്തില്ലേ, പിന്നെ എങ്ങനെ ഇൻസ്റ്റൻ്റ് ആവണത്? മാറ്റം ആ ഒരു ഡെഡ് സ്കിൻസ് ഒക്കെ ഒന്നും പോകും. അപ്പം നമുക്കൊരു ബ്രൈറ്റ്നസ് വരില്ലേ, അങ്ങനത്തെ ഒരു ബ്രൈറ്റ്നസ്സാണ്. നമ്മളൊരു സ്ക്രബ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു മാറ്റമാണ് വരുന്നത്. നല്ലൊരു പാക്ക് അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല. നല്ലൊരു സ്ക്രബ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ചേഞ്ച് വരില്ലേ, ആ ഒരു ചേഞ്ചാണുള്ളത്. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, ഇതെല്ലാം കൂടെ പിടിച്ച് പറിച്ച് എടുക്കുമ്പോഴേക്കും കണ്ടിട്ട് അവിടെയൊക്കെ നല്ല വേദന ഉണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരണ കാണണ്ടോ നിങ്ങൾ? അരേ, മൂക്കിൻ്റെ താഴേക്കാണ് ഞാൻ താഴേക്ക് പിടിച്ച് വലിച്ചത്. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല വേദന ഉണ്ടായിരുന്നു. കാരണം എനിക്ക് മുഖം മുഴുവൻ നല്ല രോമമുണ്ട്. ഫേസിലൊക്കെ നല്ല രോമമുള്ള ആളാണ് ഞാൻ. പിന്നെ പെട്ടെന്ന് തീരട്ടെ പരിപാടി എന്ന് വിചാരിച്ച് അങ്ങ് വലിച്ച് പറിക്കുകയാണ് കേട്ടോ. ഒരു ഫേസിൽ രോമമുള്ള ആളുകളുടെ അടുത്ത് ഞാൻ ആദ്യം പറയാണ്, നിങ്ങൾ ചെയ്യണ്ട, വേറെ എന്തെങ്കിലും ഹോം റെമഡി ചെയ്താൽ മതി. ഈ ഇൻസ്റ്റൻ്റ് അല്ല കേട്ടോ. ഒരിക്കലും ഇൻസ്റ്റൻ്റ് എന്ന് ഞാൻ പിന്നെ എടുത്ത് മറന്നു പോവാ പറയാൻ. ഈ ഒരു 1.5 മണിക്കൂറിൻ്റെ ബ്രൈറ്റ്നസ്സിന് നിങ്ങൾ ഇത് ചെയ്യണ്ട. വേറെ എന്തൊക്കെ റെമഡീസ് ഉണ്ട് വെറുതെ വേദന സഹിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഫേസ് ഷേവ് അല്ലെങ്കിൽ ഹെയർ റിമൂവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാൻ, കുഴപ്പമൊന്നുമില്ല. അത്ര വേദനയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതാണ് മാസ്ക്, അത് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക്. അപ്പം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലുക്ക് വൈസും പിന്നെ ടൈം കൺസ്യൂമിങ് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. അപ്പം നിങ്ങൾക്കൊരു പെട്ടെന്നൊരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ നിങ്ങളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണോ ഇതിന് വേണ്ടിയിട്ട്? അല്ല. നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ പിന്നാലെ പോകുന്ന. ഇപ്പം ഈ ഒരു ബിസി ലൈഫിൽ ഒബ്വിയസ്ലി ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഐ ഡോണ്ട് നോ, ഐ ആം ടെലിംഗ് വിച്ച് മീൻസ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ഷമ ഒട്ടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പെട്ടെന്ന് എനിക്കിതിങ്ങനെ കാണാനുള്ളൊരു ആകാംക്ഷയില്ലേ, എന്തായി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എവിടെയെങ്കിലും, അങ്ങനെയുള്ള ഒരു ആകാംക്ഷയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടും എനിക്ക് അത്ര അങ്ങോട്ട് ഒരു 1.5 മണിക്കൂറോളമായി ഞാൻ ഇതിൻ്റെ മേലെ ഉണങ്ങാനിരിക്കണു. ഈവൻ ദെൻ എന്നിട്ടും ആ കഴുത്തിൻ്റെ ഭാഗം ഒന്നും ഉണങ്ങിയിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഞാൻ അത് എള്ളി പറിക്കുന്ന സമയത്ത്. പിന്നെ രണ്ടാമത്തെ കാര്യം, വേദന ത്രെഡിങ് ഒക്കെ പേടിയുള്ള ആളുകളാണോ? ആണെങ്കിൽ ഇങ്ങനെ മുഖത്ത് മൊത്തമായിട്ട് മാസ്ക് ഇടാൻ ഞാൻ പറയുന്നില്ല. ഫേസിൽ രോമമുള്ള ആളുകളാണോ? വല്ലാതെ ഇത് യൂസ് ചെയ്യണ്ട, നിങ്ങൾ കരയും. പിന്നെ ഫസ്റ്റ് ലെയർ മാത്രമായിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് സൂപ്പർ ഡ്രൈ ആവുന്നതിന് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ ഇതേ എഫക്റ്റ് തന്നെ കാണാം നിങ്ങൾക്ക്. മൊത്തത്തിൽ ഫേസിൽ ഇല്ലാത്ത സൈഡിലും കൂടെ ഇട്ട് നമ്മളിത് പീൽ ഓഫ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് രോമം കളയുന്നില്ല. നോക്കിക്കേ,
ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്, വേദന സഹിക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം വേണം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അത് ഉള്ള ഏരിയാസിൽ മാത്രം ഇങ്ങനെ വൈറ്റ് വെച്ചിട്ട് ടിഷ്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് അത് പീൽ ഓഫ് ചെയ്യാം. ദെൻ ഇറ്റ് വിൽ ബി ഗുഡ്. അല്ലാതെ ഫേസ് മൊത്തം ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. വെറുതെ എന്തിനാ നമ്മൾ എക്സ്ട്രാ ടൈം കൺസ്യൂമിങ്. പിന്നെ ഈ ഒരു എഫക്റ്റ് നമ്മൾ ഹോം റെമഡീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ DIY ഫേസ് മാസ്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? പിന്നെ നമ്മൾ ഇത് പീൽ ഓഫ് ചെയ്തിട്ട് എഗെയിൻ എനിക്ക് പറയാനുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ, പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഐസ് വെച്ചിട്ട് നിങ്ങളുടെ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് ഫേസ് റബ്ബ് ചെയ്യുക കേട്ടോ. കാരണം പോഴ്സ് ഓപ്പൺ ആയി കിടക്കുകയായിരിക്കും. പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇതിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ക്ലോഗ് ആവും, ഇഷ്യൂസ് ആവും, കുരുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഫേസ്, അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യുക. അതായിരിക്കും നന്നാവുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം ടോട്ടലി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഫേസ് ഡ്രൈ ആക്കുന്നുണ്ട്. എഗ് ആയതുകൊണ്ട് തന്നെ ഫേസ് കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ട്, ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ, നോ പ്രോബ്ലം. എൻ്റെ പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെമഡീസ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ചാനലിൽ. നമുക്കൊരു 20 മിനിറ്റ്സ് ആണ് ഒരു നോർമൽ ടൈമിങ് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ഫേസിൽ ചേഞ്ച് കൊണ്ടുവരണം. അപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ നമുക്കൊന്ന് പെട്ടെന്ന് ഒരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് നാളെ, അപ്പം ഒന്ന് ജസ്റ്റ് റെഡി ആവാൻ പെട്ടെന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, വീഡിയോ ആയിട്ട്. അപ്പോൾ വന്നിട്ട് ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫേസ് മാസ്കിനെ കുറിച്ചിട്ട്. ഈ ചാനലിലൂടെ ഞാൻ എനിക്ക് എന്തൊക്കെ അറിയാമോ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നോക്കുന്നത്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് റീസെർച്ച് ഒക്കെ ചെയ്തിട്ട് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ളൊരു ഐഡിയ തരാനായിട്ട് ശ്രമിക്കാം. അപ്പം എന്തെങ്കിലും സജഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകളും വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് ഇതുപോലെയുള്ള കണ്ടൻസിന് നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം. ബൈ.